ശ്രദ്ധിക്കുക. അത്തിജാറത്തു കച്ചവടമെന്നത് തഖ്തസിറു അത് ചുരുങ്ങിയതാവും, പരിമിതമാകും. അല ബഅദി ത്വാഇഫിൽ അറബി ചില അറബ് കൂട്ടങ്ങളുടെ മേൽ. ത്വാഇഫത്തിൻ്റെ ജംആണ് ത്വാഇഫ്, ഇത് തക്സീറിൻ്റെ ജംആണ്. അമ്മ തിജാറത്തു അപ്പോൾ കച്ചവടമെന്നത്. ഇവിടെ അമ്മ എന്നത് ഹർഫ് തഫ്സീലിയായ ഷർത്തിയായ ഹർഫാണ്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമ്മൾ മുജ്മലായിട്ടൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ സെയ്ദും അമ്രും ഖാലിദും വന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയാണ് അമ്മ സെയ്ദുൻ. അപ്പോൾ സെയ്ദ് എന്ന് പറയുന്നത് ഫഹുവ ഷായറുൻ, അവനൊരു കവിയാണ്. അമ്മ അമ്രുൻ ഫഹുവ ആബിദുൻ, അവനൊരു വലിയ ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളാണ്. അമ്മ ഖാലിദുൻ, അപ്പോൾ ഖാലിദിൻ്റെ കാര്യം അവനാണെങ്കിൽ എന്താണ്, ഫഹുവ ആലിമുൻ, അവനൊരു പണ്ഡിതനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുജ്മലാക്കി ഒരു കാര്യം പറഞ്ഞ്, മൊത്തത്തിലാക്കി പറഞ്ഞ്, വെവ്വേറെ വേർതിരിച്ചില്ല. എന്നിട്ട് അങ്ങനെ പറഞ്ഞ കാര്യത്തിൽ ഓരോന്നും വേർതിരിച്ച് തഫ്സീലാക്കി പറയാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ആ മാനക്കാണ് അത് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഷർത്തിൻ്റെ മാന ഉൾക്കൊള്ളുന്നുണ്ട്. അതിനെ നമ്മൾ സങ്കല്പിക്കുന്നത് മഹ്മാ യകുൻ മിൻ ഷൈഇൻ ബഅദു, ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ അതിങ്ങനെയാണ്, ഇനി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അതിങ്ങനെയാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അമ്മ തിജാറത്തു അപ്പോൾ കച്ചവടം എന്നത് ഫഖദ് അമില ബിഹൽ യഹൂദു അതിനെ ജൂതന്മാർ ചെയ്തിരുന്നു. ആര്? ജാഹിലിയ കാലത്ത്. വബഅദു ഖുറൈശിൻ ഖുറൈശികളിൽ ചിലരും. വഫി യസ്രിബ യസ്രിബിൽ കാനൽ യഹൂദു ജൂതന്മാരായിരുന്നു. യുഅ്തൂന തിജാറത്ത കച്ചവടത്തിന് നൽകുമായിരുന്നു. അഹമ്മിയത്തൻ ഖാസത്തൻ പ്രത്യേകമായ പ്രാധാന്യം. ഹത്ത എത്രത്തോളം എന്ന് വെച്ചാൽ ഇഖ്തസറത്ത് തിജാറത്തു ഷഈരി യവത്തിൻ്റെ കച്ചവടം പരിമിതമായി ചുരുങ്ങിയതായി. വൽ ഖംഹി ഗോതമ്പിൻ്റെയും അലൈഹിം ജൂതന്മാരുടെ മേൽ യസ്രിബിലുള്ള. ഒമിൻ ഹുന ഇവിടെ നിന്നാണ്, ഇക്കാരണത്താലാണ് നശഅത്ത് അലാഖാത്തുൻ ചില ബന്ധങ്ങൾ ഉണ്ടായത്. ബൈനഹും അവർക്കിടയിലും, ബൈന ഖുറൈഷിൻ ഖുറൈശുകൾക്കിടയിലും, ഖുറൈശ് ഗോത്രത്തിൻ്റെ ഇടയിലും. വക്കാനത്ത് ഹുനാക്ക അവിടെ ഉണ്ടായിരുന്നു. അസ്വാഖുൻ അദീദത്തുൻ അനേകം ഒട്ടനവധി ചന്തകൾ, മാർക്കറ്റുകൾ. മിൻ അഷ്ഹരിഹ അവയിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായത് ഉക്കാദു ചന്തയാണ്. വൽ മജന്നയും ദുൽമജാസും വഗൈറുഹ അവയല്ലാത്തതും. വതക്കാദു സിനാഅത്തു അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും. ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് കൃഷി പറഞ്ഞു, കന്നുകാലികളെ വളർത്തുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കച്ചവടം പറഞ്ഞു, യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി എന്താ തൊഴിലിൻ്റെ കാര്യം എന്നൊരു ചോദ്യം വരും. വതക്കാദു സിനാഅത്തു അപ്പോൾ തൊഴിലെന്നത് ആകാറായിരുന്നു. തഖ്തസിറു ചുരുങ്ങുക, പരിമിതമാവുക. അലൽ യഹൂദി ജൂതന്മാരുടെ മേൽ. അതായത് അറബുകളൊന്നും തൊഴിലിൽ ഏർപ്പെട്ടിരുന്നില്ല, വളരെ വിരളമായിരുന്നു. അപ്പോൾ അത് മുഴുവനും ജൂതന്മാരുടെ തന്നെ ഒരു കുത്തകയായി മാറി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വഹിയ അവകൾ ആ സിനാഅത്തുൻ ഖലീലത്തുൻ വളരെ കുറഞ്ഞ ചില തൊഴിലുകളായിരുന്നു, ഏതാനും ചില തൊഴിൽ വേലകളായിരുന്നു, പണികളായിരുന്നു അവർ ചെയ്തിരുന്നത്. സിയാഗത്തി ദഹബി സ്വർണം ഉരുക്കി വാർത്തെടുക്കൽ പോലെ. ഇപ്പോൾ സാഗ യസൂഖുവിൻ്റെ മസ്ദറാണ് സിയാഗത്ത്. വക്കാന ലഹും അവർക്കുണ്ടായിരുന്നു ഫി യസ്രിബിൽ ഹയ്യുൻ ഖാസുൻ പ്രത്യേകമായ ഒരു അയൽക്കൂട്ടം. അതായത് അവർ അടുത്തടുത്ത് വീടുകളാക്കി താമസിക്കുന്ന സ്ഥലമാണ് ഹയ്യ്. ലിസാഗത്തി സായിഗിൻ്റെ ജംആണ് സാഗത്ത്. അത് ഫഅലത്ത് വസ്നാണ്, വാവ് മുത്തഹരിക്ക്. സ്വവഗത്ത് എന്നാണ് അസ്ല്. വാവ് മുത്തഹരിക്ക് മഖബിൽ മഫ്തുഹായതുകൊണ്ട് വാവിനെ മറിച്ച് അലിഫാക്കി അങ്ങനെ സാഗത്ത് എന്നായതാണ്. ഇപ്പോൾ ഹഫലത്ത് എന്നൊക്കെ പറയുന്ന പോലെ. എന്താ പറയുക, ലിസാഗത്തി അതായത് ഇങ്ങനെയുള്ള സ്വർണ്ണപ്പണിക്കാർക്കുള്ളതായ
സ്വർണ്ണപ്പണിക്കാർക്ക് പ്രത്യേകമായ ഒരു ഹയ്യ് തന്നെ ഉണ്ടായിരുന്നു, ഒരു അയൽക്കൂട്ടം. ഹയ്യുൻ ഖാസുൽ ലിസാഗത്തി, ഇതുപോലെയുള്ള സ്വർണ്ണപ്പണിക്കാർക്ക് പ്രത്യേകമായൊരു ഹയ്യ് തന്നെ യസ്രിബിൽ ഉണ്ടായിരുന്നു. അത് ജൂതന്മാരുടേതായിരുന്നു. അടുത്ത നോക്കാം. അൽ ഖബീലത്തു, ഗോത്രം എന്നത് ഹിയൽ വഹ്ദത്തുൽ അസാസിയത്തു, അതാണ് അടിസ്ഥാന യൂണിറ്റ് ലിൽ മുജ്തമഇൽ ജാഹിലി, ജാഹിലി സമൂഹത്തിനുള്ള അടിസ്ഥാന യൂണിറ്റ് അത് കബീല എന്നതായിരുന്നു. ഫറളത്തിൽ ദുറൂഫു തബീഇയ്യത്തു, പ്രകൃതിപരമായ സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു, ചുമത്തി എന്നൊക്കെ പറയാം. വൽ അവാമിലുൽ ബിഇയ്യത്തു, പരിസ്ഥിതിപരമായ അന്തരീക്ഷപരമായ അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളിലുള്ള ഏജൻറ്റുകൾ. ആമിൽ എന്ന് പറഞ്ഞാൽ പണിക്കാർ എന്നർത്ഥം അല്ല, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹേതുക്കൾ എന്ന അർത്ഥത്തിനാണ്. അതായത് ഒരു കാര്യത്തിൽ സ്വാധീനം ചെലുത്തുക, അതിനെ ഉണ്ടാക്കുക, അതിൽ ഉള്ള പ്രധാന ഘടകം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹേതുക്കൾ എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം. അലൽ അറബി, അറബുകളുടെ മേൽ. ഫറദത്തിൽ ദുറൂഫ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു. അലൽ അറബി, അറബുകളുടെ മേൽ. നിവാമ ഹയാത്തിഹിം, അവരുടെ ജീവിതത്തിൻ്റെ ഘടന. അപ്പം നദ്മ് എന്ന് പറഞ്ഞാൽ കോർവ എന്നാണ് അർത്ഥം, കോർക്കുക എന്ന അർത്ഥത്തിലാണ് വരാം. നസ്ർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്നിച്ചിതറി, കോർത്തിണക്കാതെ ചിന്നിച്ചിതറി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നദ്മ് എന്നതിന് പദ്യവും നസ്ർ എന്നതിന് ഗദ്യവും എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, പോയിട്രി ആൻഡ് പ്രോസ്. വ ത്വരീഖി ഐഷിയും, അറബുകളുടെ ജീവിത മാർഗവും. ഇത് രണ്ടും സാഹചര്യങ്ങളാണ് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. വകാന മിന ത്വബീഇ, ത്വബീഇയിൽ പെട്ടതായിരുന്നു എന്ന് വെച്ചാൽ സ്വാഭാവികമായും. ഫി ദില്ലി ഹാദിഹി ദുറൂഫ്, ഈ സാഹചര്യങ്ങളുടെ കീഴിൽ. ദില്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഷെയ്ഡ്, തണൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ, ഇതിൻ്റെ കീഴിലായി ഉണ്ടാവുക സ്വാഭാവികമായിരുന്നു. എന്ത്? അല്ലാ യുഅറഫു, അവരറിയപ്പെടാതിരിക്കൽ, ക ഉമ്മത്തിൻ, ഒരു സമുദായമായിട്ട്. ബി മാനാഹൽ മഅറൂഫ്, അതിൻ്റെ അറിയപ്പെട്ട അർത്ഥത്തിൽ. ഇപ്പോൾ അറിയപ്പെട്ട ഒരു അർത്ഥം ഉണ്ടല്ലോ ഉമ്മത്ത് എന്നതിന്. അപ്പോൾ ഒരു ഉമ്മത്തായിട്ടല്ല അറബികൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്, മറിച്ച് അവരുടെ എന്തായിരുന്നു, വൈന്നമ കാനത്തിൽ ഖബീലത്തു ഹിയ മുജ്തമഉൽ ഇൻസാനിൽ അറബി, ഒരു അറബി മനുഷ്യൻ്റെ സമൂഹം എന്ന് പറയുന്നത് അവൻ്റെ ഖബീല മാത്രമായിരുന്നു. അല്ലാതെ ഇന്ന് പറയണ പോലെ ഒരു ഉമ്മത്ത്, ഒരു സമുദായം എന്ന അർത്ഥത്തിൽ അവർ അറിയപ്പെട്ടിരുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്തിരുന്നില്ല. ആനദാക്ക, ആ സമയത്ത്. ആന് എന്ന് പറഞ്ഞാൽ സമയം, ദാക്ക എന്ന് പറഞ്ഞാൽ ഇഷാറത്തിൻ്റെ ഇസ്മാദ്, അതിന് ആന് എന്നതിനെ ദാക്കയിലേക്ക് ലാഫത്ത് ചെയ്തു. അപ്പോൾ അന്നേരം, ആ സമയത്ത്. വതന്തളിമു, കബീല എന്താകും, ക്രമീകൃതമാകും. ഇപ്പോൾ നമ്മൾ ഇൻതളമ യന്തളിമു, യന്തളിമു യന്തളിമാനി യന്തളിമൂന തന്തളിമു. ഇപ്പോൾ അത് എന്താ പറയുക, ഒരു മുത്താവാഴത്തിൻ്റെ മാനയാണ്. അതായത് ക്രമമുള്ളതായി, ഘടനയുള്ളതായി എന്നർത്ഥത്തിലാണ്, കോർവയുള്ളതായി. അപ്പോൾ ആ അർത്ഥത്തിലാണ്. അപ്പോൾ തന്തളിമു, അങ്ങനെ ആ കബീല എന്താകും, ഓർഗനൈസ്ഡ് ആകും, ക്രമീകൃതമാകും. ഫി തക്വീനിഹൽ ഇജ്തിമായി, അതിൻ്റെ സാമൂഹ്യ ഘടനയിൽ. എന്തായിട്ട്, ഫുറൂഅൻ, ശാഖകളായി. മിനൽ ബുത്തൂനി, ബത്നുകളാൽ, വൽ അഫ്ഖാദി, ഫഹിദുകളാൽ, വൽ അശാഇരി, അശീറത്തുകളാൽ. ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു ഷാബാണ്. ഷാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പല തലമുറകളായി വരുന്ന അറബുകളുടെയൊക്കെ അങ്ങനെ ആ തലമുറകൾ മേലെ പോയി ചെന്നെത്തുന്നത് അദ്നാൻ എന്നവരിലേക്കാണ്, അല്ലെങ്കിൽ ഖഹ്താൻ എന്ന് പറയുന്ന ആളിലേക്ക്, യാറബ് ഇബ്നു ഖഹ്താൻ എന്ന് പറയുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള അദ്നാൻ എന്നവർ മിൻ വുൽദി ഇസ്മായിൽ അലി ഇസ്ലാം, ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ആളാണ്. അവരാണ് ഖുറൈശികളുടെയും ഖുറൈശികളെപ്പോലെ തന്നെയുള്ള മറ്റ് ഗോത്രങ്ങളുടെയൊക്കെ അവരാണ് എന്താ പറയുക, അവരുടെ പിതാവ്, അതായത് ആ തലമുറകൾ ചെന്നെത്തുന്നത് അദ്ദേഹത്തിലാണ്. അപ്പോൾ അവരൊക്കെ ഒന്നടങ്കം എന്തായിട്ടാണ് അറിയപ്പെടുക, അദ്നാൻ എന്നവരുടെ ഷാബ് എന്നാണ് അറിയപ്പെടുക. അങ്ങനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുക.
ഇനി അത് കുറേ തലമുറകൾ കഴിയുമ്പോൾ ഇങ്ങനെ മക്കളാകുമ്പോൾ അങ്ങനെ ആയി പോകുമ്പോൾ പല കബീലകളായി എന്താകും, പല കബീലകളാകും, ഗോത്രങ്ങളാകും, ഇങ്ങനെ ശാഖകളായി പിരിഞ്ഞ്. ഓക്കെ. പക്ഷെ ഇവരൊക്കെ അടിസ്ഥാനത്തിൽ അദ്നാൻ എന്ന ഷാബിൽ പെട്ട ആൾക്കാരാണ്. അവർ പല കബീലകളാവും. അപ്പോൾ ഷാബിൻ്റെ താഴെ വരുന്നതാണ് കബീലകൾ. കബീലകൾക്കും താഴെ വരുന്ന അങ്ങനെ വരുന്നതാണ് ഈ എന്താ പറയുക, ബത്നുകൾ, ഫഹിദുകൾ, അഷായിർ. അപ്പോൾ അഷീറത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് കുടുംബമായി എടുത്താൽ ഏറ്റവും ഒരു കുടുംബമാണ് അടിസ്ഥാന യൂണിറ്റ് എന്നെടുത്താൽ പല കുടുംബങ്ങൾ കൂടിയതായിരിക്കും അഷീറത്ത്. ഓക്കെ. ആ അഷീറത്തിൽ നിന്നൊരു ഭാഗമാണ് ഫഹിദ്. ഓക്കെ. ബത്തിന് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണെന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഫഹിദ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടം. അഷീറത്ത് എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങൾ കൂടിയത്. ഓക്കെ. ഇങ്ങനെ ബത്തിന് എന്ന് പറഞ്ഞാൽ പല അഷീറത്തുകളും കൂടിയതാണ് എന്ത്, ഒരു ബത്തിന്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഓരോരോ കബീലക്ക് ഓരോരോ ബത്തനും ഫഹിദും അഷീറത്തുകൾ, അങ്ങനെ അതിങ്ങനെ ഉപഭാഗങ്ങൾ അല്ലെങ്കിൽ ഉപശാഖകൾ എന്ന് പറയാം. ഓക്കെ. ഷാബിൻ്റെ ശാഖകളാണ് കബീലകൾ. കബീലകൾ തിരിഞ്ഞ് എന്തായി മാറും, പല ബത്തനുകളായും ഫഹിദുകളായും അഷീറത്തുകളായും മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു രീതിയിൽ മനസ്സിലാക്കുക. ഇതല്ലാത്ത രീതിയിൽ ബത്തിനേക്കാളും വലുതാണ് ഫഹിദ്, അല്ലെങ്കിൽ ബത്തിന് അഷീറത്തിൻ്റെയും ഫഹിദിൻ്റെ ഇടയിലാണ് എന്നൊക്കെ വരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശരിക്കും അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ബത്തിന് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലുഗവിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ പള്ള, ഫഹിദ് എന്ന് പറഞ്ഞാൽ തൊട. അപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ അനാട്ടമിനോട് സാദൃശ്യപ്പെടുത്തിയാണ് ഇങ്ങനെ പറയുന്നത്, പല ശാഖകൾ ആക്കി. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നസബിൻ്റെ ഭാഗത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് അവർ കബീല വെച്ചാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അഷീറത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം രക്തബന്ധം വഴി ഒരുമിച്ചായ ആൾക്കാരാണ് നമ്മൾ അഷീറത്ത് എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഹുലഫാവും ഉണ്ടാവും. ഹുലഫ എന്ന് പറഞ്ഞാൽ ഹെൽഫ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യലാണ്. അപ്പോൾ ചില ഗോത്രക്കാർ, ഒരു കുടുംബത്തിൻ്റെ പുറത്തുള്ള ആൾക്കാർ തന്നെ, രക്തബന്ധമൊന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെ അവരുമായിട്ട് സന്ധിയിൽ കരാറിലൊക്കെ ഏർപ്പെടും, സത്യം ചെയ്തിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യുദ്ധത്തിൻ്റെയോ സംഘടനത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളെന്നും കൂടെ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഇവരുടെ ഭാഗമാകും, ഈ ആശയത്തിൻ്റെ ഭാഗമായി മാറും. ഇപ്പോൾ ഹാദ തജമ്മു, ഈ ഒരുമിച്ച് കൂട്ടൽ, ഈ രീതിയിലുള്ള തജമ്മു ഫി ളിൽ കബീലത്തിൻ്റെ കീഴിൽ, അമ്രുൻ മഫ്റൂദുൻ, അത് അവരുടെ മേൽ ചുമത്തപ്പെട്ട ഒരു കാര്യമാണ്, നിർബന്ധിതരായി ചെയ്യപ്പെട്ട കാര്യമാണ്. ഫറദത്തു, അതിനെ ചുമത്തി, ളുറൂഫ്, അവരുടെ മേൽ ചുമത്തിയത് ളുറൂഫുൽ ഹയാത്തി, ജീവിത സാഹചര്യമാണ് ഈ രീതിയിലൊക്കെ ഓർഗനൈസ്ഡ് ആവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. വതതഅല്ലഫുൽ ഖബീലത്തു അൽ അറബിയത്തു, വതതഅല്ലഫുൽ ഖബീലത്തുൽ അറബിയത്തു, അറബി കബീല ഉണ്ടാകും. മിൻ സലാസി തബക്കാത്തിൻ, 3 തട്ടുകളിൽ നിന്ന്. ആ 3 തട്ടുകളും ചേർന്നാണ് അറബി കബീല ഉണ്ടാകുന്നത്. ഹിയ, അവകളാകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിൽ പറയാം. പിന്നെ നശഅ എന്നതിന് ആരംഭിച്ചു, ഒരു കാര്യം ഉത്ഭവിച്ചു എന്നൊക്കെ അർത്ഥത്തിന് ഉപയോഗിക്കുക. അവാമിൽ എന്നുള്ളത് ആമിലത്തിൻ്റെ ജമാണ്. ആമിലത്ത് എന്ന് വെച്ചാൽ അവാമിലും സാധാരണ ഈ ജമ ഉപയോഗിക്കാറ് ഒക്കല അല്ലാത്ത കാര്യത്തിന്, അതായത് മനുഷ്യരെ പോലെ ഇങ്ങനെ ഒക്കല ആക്കിലല്ലാത്ത, റാഷണൽ ബീങ് അല്ലാത്ത, അതായത് ഇങ്ങനെ വിശേഷ ബുദ്ധി ഇല്ലാത്ത ജീവികൾക്കോ അല്ലെങ്കിൽ ജീവയില്ലാത്ത നിർജീവ വസ്തുക്കളൊക്കെ ആകുമ്പോഴാണ് അവാമിൽ എന്ന ജമ ഉപയോഗിക്കുക. സാലിമല്ലാത്ത തക്സീറിൻ്റെ ജമായ അവാമിൽ എന്ന് ഉപയോഗിക്കുക. അല്ലാത്തയിടത്തിലാണ് ആമിലൂന എന്ന് ഉപയോഗിക്കുക. അപ്പോൾ അവാമിൽ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ആയ അന്തരീക്ഷപരമായ
അല്ലെങ്കിൽ ആ ചുറ്റുപാടുപരമായി സംബന്ധമായി വന്ന ചില ഹേതുക്കൾ, ചില ആവാമിൽ ശരിക്കും അർത്ഥം, നേരെ അർത്ഥം എന്ന് പറയുന്നത് പണിക്കാർ എന്നാണ്, ജോലിക്കാർ. അപ്പോൾ ജോലിക്കാർ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഏജൻറ്റ്, അതായത് ഇങ്ങനെ ഒരു കാര്യം ത്തിൽ സ്വാധീനം ഉണ്ടാക്കിയ, അത് ഉണ്ടാകാൻ കാരണമായ ചില ഫാക്ടേഴ്സാണ്, പ്രേരക ഘടകങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ വക്കാന മിന തബീഇ ഫി ദില്ലി ഹാദിഹി ദുറൂഫി എന്ന് പറയുന്നത്, വക്കാന മിന തബീഇ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് സ്വാഭാവികമായും ഫി ദില്ലി ഹാദിഹി ദുറൂഫി, ഈ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളുടെ കീഴിൽ. ഇപ്പോൾ ഇംഗ്ലീഷിൽ നാച്ചുറലി അണ്ടർ ദീ സർക്കംസ്റ്റാൻസസ് എന്ന ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അപ്പോൾ ആ രീതിയിലാണ് അത് ഇവിടെ ഉപയോഗിക്കുന്നത്. നാച്ചുറലി സ്വാഭാവികമായും ഈ സാഹചര്യങ്ങളിൽ എന്തുണ്ടാവില്ല, അല്ലാ യുറഫു ക ഉമ്മത്തിൻ ബിമാനാഹൽ മഅറൂഫ്, ഉമ്മത്ത് എന്നതിൻ്റെ അറിയപ്പെട്ട അർത്ഥത്തിൽ അവർ അറിയപ്പെടാതിരിക്കുക എന്നത് ഈ സാഹചര്യങ്ങളിൽ സ്വാഭാവികമായിരുന്നു. നേരെ മറിച്ച് അവർ കബീല വെച്ചാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക അലാ സയ്യിദിന മുഹമ്മദ്.